ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് കുക്കി എപ്പിസോഡ് 7 ആണ് നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത്. ഹായൂൺ പുറത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ടൈം മിന്യങ്ങിന്റെ യൂണിഫോമും ഇട്ട് ആരോ അകത്തേക്ക് കയറി പോകുന്നതായി ഡൗട്ട് തോന്നുന്ന അവൻ ഫോളോ ചെയ്ത് അകത്തേക്ക് കയറി ചെല്ലും. അവന്റെ സംശയം തീർക്കാനായി മിന്യങ്ങിന് മെസ്സേജ് അയച്ച് ആ കാര്യം ചോദിക്കുന്നുമുണ്ട്. ആ മെസ്സേജ് കാണുന്നതാകട്ടെ ചെന്നാണ്. മെസ്സേജ് കണ്ടപാടെ അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് കാണിച്ച് കട്ട് ചെയ്താൽ ഇവിടെ സിയങ് കത്തിയുമായി വന്ന് ആന്റിയുടെ മുഖത്ത് വെട്ടി പരിക്കേൽപ്പിച്ച് അവരെ ലോക്ക് ചെയ്ത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ചീഫിന്റെ ഫോൺ നമ്പർ ആവശ്യപ്പെടും. അയാളെ എനിക്ക് കൊല്ലണം, അയാൾ ആരാണെന്ന് പറയേ എന്ന് ബഹളം വെക്കുന്നതും ഈ ഒച്ച കേട്ട് ജെയിനും അങ്ങോട്ടേക്ക് വരും. ജെയിൻ ഒരു കമ്പിയുമായി അവളെ അടിക്കാനായി വരുന്നത് കണ്ട് ആന്റി അവനെ തടയുന്നുണ്ട്. കാരണം കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് സിയങ് ഇപ്പോഴുള്ളത്. സമനില തെറ്റി നിൽക്കുന്ന അവൾ തന്റെ കഴുത്തിൽ എപ്പോൾ വേണമെങ്കിലും കത്തി കുത്തിയിറക്കും എന്ന പേടി ആന്റിക്കുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അകത്തേക്ക് കയറി വരുന്ന ഹായൂൺ ലിഫ്റ്റിൽ B2 ഫ്ലോർ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പുറകെ അങ്ങോട്ടേക്ക് ചെല്ലും. അവിടത്തെ ഗ്രില്ല് ലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ സംശയിക്കത്തക്ക രീതിയിൽ ഒന്നും തന്നെ കാണുന്നുമില്ല. ഈ കാണിക്കുന്ന ബഹളമെല്ലാം ക്യാമറയിലൂടെ കാണുന്ന ചീഫ് വിളിച്ച്, ഇപ്പോ നിനക്ക് 22 വയസ്സായിട്ടേ ഉള്ളൂ, ഇവരെ കൊന്ന് ജയിലിൽ പോയി കിടന്ന് നിന്റെ ജീവിതം അവസാനിപ്പിക്കണോ? ആന്റി ഇന്നേരം ഫോണിലൂടെ ചീഫിനോട് പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ ഇവൾ എന്നെ കുത്തുമെന്ന് ബഹളം വെക്കുന്നുണ്ട്. നിനക്ക് അവരെയും കൊന്ന് ജെയിനിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന ചീഫിന്റെ ചോദ്യം കേൾക്കുന്നതും ഒരു സൈക്കോയെ പോലെ ആന്റിയുടെ കയ്യിലേക്ക് കത്തി കുത്തിയിറക്കും. ആ ടൈം അവിടെ സിയങ്ങിനെ ഫോളോ ചെയ്ത് വന്ന ഹായൂണും ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങളോടുള്ള പ്രതികാരം തീർക്കാനായാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കിനി ഒന്നും നോക്കാനില്ല. എന്റെ അനിയത്തിയുടെ അവസ്ഥയ്ക്ക് കാരണക്കാരായ എല്ലാവരെയും ഞാൻ കൊല്ലും. ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? അവൾ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് വിശ്വസിച്ച് ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ ജീവിക്കണോ എന്ന് ചീഫിനോട് ചോദിക്കുന്നതും, നിനക്ക് ഇനിയും നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ സമയമുണ്ട്. ആ ഡ്രഗ്സിന് എതിരായുള്ള ഒരു ആന്റിഡോട്ട് ഉണ്ട്, അതെടുത്താൽ അവൾ ഓക്കെ ആകും എന്ന് പറയുന്നത് കേൾക്കുന്ന അവൾക്ക് ചെറിയ ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. പക്ഷേ തന്നെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണോ എന്ന പേടിയിൽ അവൾ ആ മരുന്ന് നിങ്ങളുടെ ആന്റിയുടെ ശരീരത്തിൽ പരീക്ഷിച്ച് കാണിക്ക്, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. ആന്റി ആകട്ടെ എന്നെ വെറുതെ വിട്, ഞാൻ പരീക്ഷണത്തിന് തയ്യാറല്ലെന്ന് ബഹളമുണ്ടാക്കും. ഇത് കേട്ട് നിങ്ങളുടെ സ്റ്റാഫിന് പോലും നിങ്ങളെ വിശ്വാസമില്ല, പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് സിയങ് ചീഫിനോട് ചോദിക്കുന്നതും, എങ്കിൽ പിന്നെ നേരിൽ കണ്ട് വിശ്വസിച്ചാൽ മതി. ജെയിനിനോട് അവിടെ മുകളിൽ വച്ചിരിക്കുന്ന ആന്റിഡോട്ട് എടുത്തിട്ട് വരാനായി പറഞ്ഞു വിടുന്നുണ്ട്. അയാൾ അത് എടുക്കാൻ പോകുന്ന ടൈം ഹായൂൺ അയാളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കും. ജെയിൻ നേരെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. അകത്തെ റൂമിൽ എന്താണുള്ളതെന്നറിയാനായി അവൻ മുന്നോട്ടേക്ക് പോകുന്ന ടൈം അവന്റെ ഫോൺ റിങ് ചെയ്യുന്നതും ഒരുമിച്ചാണ്. അതേ സമയം തന്നെ മുകളിലേക്ക് പോയ ജെയിനും ലിഫ്റ്റിൽ തിരിച്ചെത്തുന്നുണ്ട്. ആ മരുന്ന് അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നത് ഷിന്നാണ്. ഇവിടെ ആന്റിഡോട്ട് പരീക്ഷിക്കാനായി പുതിയ ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് ചീഫ് പറയുന്നത് കേട്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചിരിക്കുകയാണ് ആന്റി. പക്ഷേ ജെയിൻ തൂക്കിക്കൊണ്ടുവരുന്ന ആളെ കണ്ട് സിയങ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ജെയിൻ അവന്റെ വായിലേക്ക് 2 കുക്കി കുത്തി കയറ്റുന്നത് കണ്ട് അവൾ അത് കഴിക്കരുത്, തുപ്പിക്കളയാനായി പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിയുന്നതും അവന്റെ കണ്ണും റെയിൻബോ കളർ ആകുകയും ഒരു ചിരി ചിരിച്ച് താഴേക്ക് കുഴഞ്ഞു വീഴുന്നതും കാണിച്ച് കട്ട് ചെയ്താൽ ചെൻ അങ്ങോട്ടേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഷിൻ അയാളെ അകത്തേക്ക് കടത്തി വിടാതിരിക്കാനായി ഈ ടൈം എന്തിനാണ് സാർ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മിന്യങ്ങിന്റെ സാധനങ്ങൾ ഡോർമിറ്ററിയിൽ നിന്നും എടുക്കാൻ വന്നതാണെന്ന് പറയുന്നത് കേട്ട് ആരാണ് സാധനങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കും. അയാളാകട്ടെ അവളുടെ ചേച്ചിയാണ് എടുക്കാൻ പറഞ്ഞതെന്ന് കള്ളം പറയും. ഈ ടൈം സാർ അകത്തേക്ക് പോകുന്നത് ശരിയല്ല, ജോയോട് സാധനങ്ങൾ താഴെ കൊണ്ടുവരാൻ ഞാൻ വിളിച്ചു പറയാം എന്ന് പറയുന്നത് കേട്ട് ഇനിയിപ്പോ ഇത്രയും ലേറ്റ് ആയില്ലേ, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് ചെൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഷിൻ ഒരു വിധത്തിൽ അയാളെ അവിടെ നിന്ന് പറഞ്ഞുവിടും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ ജെയിൻ ആന്റിഡോട്ട് ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നതും ചെറുതായി കണ്ണു തുറക്കുന്നുണ്ട്.
ഇത് കാണുന്ന സിയങ്ങിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം ഇത് ഉപയോഗിച്ച് അനിയത്തിയെ രക്ഷിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ അത്രയും നേരവും ബഹളം വെച്ചുകൊണ്ടിരുന്ന അവൾ സൈലന്റായി ചീഫിനോട് പറയുന്നതെല്ലാം കേൾക്കാമെന്ന് സമ്മതിക്കും. അങ്ങനെ ചെറുതായി ബോധം വരുന്ന അവനെ ജെയിൻ നേരെ ഡോർമിറ്ററിയുടെ കോറിഡോറിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ചീഫ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഫോൺ വിളിക്കുന്ന ടൈം ആന്റി നന്ദി പറയുന്നുണ്ട്. സിയങ് മുട്ടുകുത്തി അനിയത്തെ രക്ഷിക്കാനായി അപേക്ഷിക്കുന്നതും ആന്റിഡോട്ട് ഞാൻ തരാം, പക്ഷേ അതിന് പകരമായി ഹൈ കുക്കി വിൽക്കാനുള്ള പുതിയ സ്റ്റാഫായി ജോയിൻ ചെയ്യണം എന്ന കണ്ടീഷൻ വെക്കുന്നതും സിയങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആന്റിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഇവരെ ഞാൻ ഇപ്പോ കൊന്നുകളയും, മര്യാദയ്ക്ക് ആന്റിഡോട്ട് തരാനായി ആവശ്യപ്പെടുന്നതും ചീഫ് ഇപ്പോൾ മിന്യങ്ങിന്റെ അടുത്താണുള്ളതെന്നും മിന്യങ്ങിനെ കൊല്ലട്ടെ എന്നും ചോദിക്കുന്നത് കേട്ട് സിയങ് കത്തി താഴെയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെല്ലുന്നതും മിന്യങ്ങിന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് കാണുമ്പോഴാണ് അവൾക്ക് സമാധാനമാകുന്നത്. ഹായോണിന് ബോധം വരുന്നതും അവൻ അവന്റെ റൂമിലാണുള്ളത്. നീ ഫസ്റ്റ് ഫ്ലോറിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് വാർഡനാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതാണ്, സുഖമില്ലെങ്കിൽ റെസ്റ്റ് എടുക്ക് എന്ന് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഷിൻ പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് സിയങ്ങിനെ ജോലിക്ക് എടുക്കുന്നതിൽ ആന്റി നല്ല കലിപ്പിലാണ്. ആ കാര്യം ചീഫിനെ അറിയിക്കുന്നതും അവൾ മരിക്കാൻ പോലും തയ്യാറായാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ചെൻ ആരെയോ വിളിച്ച് ഞാൻ അയച്ച ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ഫോർമുല ഞാൻ കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ലോണ്ടറി റൂമിലാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ, അവിടെ റെയ്ഡ് നടത്താൻ പറയുന്നുണ്ട്. എന്നാൽ ചെൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഇപ്പോഴും ആ ചീഫ് ആരാണെന്നുള്ളത് നമുക്ക് അറിയാത്തിടത്തോളം അത് റിസ്ക് ആണ്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം, അല്ലെങ്കിൽ നിനക്കറിയാമല്ലോ, ദാ ഇവൻ കിടക്കുന്നത് പോലെ നീയും ഇവിടെ കുറച്ചു കാലം കിടന്നതല്ലേ എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവിടെ തൊട്ടടുത്തായി പുതുതായി വന്ന ഓഫീസറിനെ ഒരുപാട് ഉപദ്രവിച്ച് ടാങ്കിന്റെ അകത്ത് കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത ദിവസം സിയങ് അനിയത്തിയുടെ ശരീരം തുടച്ച് ക്ലീൻ ആക്കി കൊടുക്കുന്ന ടൈമാണ് ഹായൂൺ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊക്കെ കുറച്ചു മുൻപേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് സങ്കടപ്പെടുന്നതും അന്ന് അവിടെ നടന്നതും ചേച്ചിയെ കണ്ടതും ആ കുക്കി കഴിച്ചതുമെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അത് കേട്ട് സിയങ് ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും ഇനി അതിൽ ഇൻവോൾവ് ചെയ്യരുത്, നീ ഒന്നും കണ്ടിട്ടില്ല, നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന മട്ടിലായിരിക്കണം ഇനി മുന്നോട്ടു പോകാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും തയ്യാറല്ല. എനിക്ക് മിന്യങ്ങിനെ ഇഷ്ടമാണ്. അപ്പോ പിന്നെ എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും? എന്നെയും കൂടി ബാധിക്കുന്നതാണെന്ന് പറയുന്നത് കേട്ട് സിയങ്ങിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവനോട് ഇങ്ങനെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ പോയിരുന്ന് പഠിക്കാൻ പറയുന്നുണ്ട്. ഇനിയും വരുമെന്ന് ഉറപ്പ് കൊടുത്താണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. പോകാൻ നേരം അന്ന് മിന്യങ് പറയാൻ ഏൽപ്പിച്ച കാര്യവും പറയുന്നുണ്ട്. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് മിന്യങ് അന്ന് ബോധം കെട്ട് കിടക്കുന്ന സിയങ്ങിനോട് നിന്നെ പോലെ ഒരു സൈക്കോപാത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ ഇത്രയും കാലവും ജീവിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും നിനക്ക് വേണ്ടി നീ ജീവിക്ക്. ഞാൻ ഇങ്ങനെ അവളെ കുറെ ചീത്ത പറഞ്ഞതായി പറയണം. എനിക്ക് അവളെ ഇഷ്ടമല്ല, വെറുപ്പാണ്. ഇതൊക്കെ ചേച്ചിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളുടെ ഉള്ളിൽ ജീവിക്കാനുള്ള ഒരു വാശി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി എന്നെ വെറുത്താലോ എന്നോട് ദേഷ്യം കാണിച്ചാലോ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്റെ ചേച്ചി ഹാപ്പി ആയിരിക്കുന്നത് കണ്ടാൽ മതി. ഇതൊക്കെ കേട്ട് സങ്കടം വരുന്ന സിയങ് മിന്യങ്ങിനെ നോക്കി നിനക്ക് ഞാൻ കുക്കി കഴിച്ചപ്പോൾ കണ്ട സ്വപ്നം എന്തായിരുന്നെന്ന് ചോദിക്കുന്നത് കാണിച്ച് കട്ട് ചെയ്താൽ അവളുടെ ജോലി സ്ഥലത്ത് നിന്നും അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ടോപ്പ് 100 സ്കൂളിന്റെ ലിസ്റ്റിൽ മിന്യങ്ങിന്റെ സ്കൂളും ഉൾപ്പെട്ടതിന്റെ സെലിബ്രേഷൻ നടക്കുന്ന ദിവസം പുതുതായി ഒരു കുട്ടി വരുന്നത് കാണിക്കുന്നുണ്ട്. സ്പീഡിലോടി വരുന്ന ഹായൂൺ ആ കുട്ടിയെ കണ്ട് ഒന്ന് സ്റ്റക്ക് ആകുന്നുണ്ട്. ചെൻ ഹായൂണിനെ വിളിച്ചു വരുത്തി അവന്റെ ഓവറോൾ ഗ്രേഡിൽ 2 മാർക്ക് കുറവുണ്ട്. അതും ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയതിനാണ്. ഈ സ്കോർ ഫ്യൂച്ചറിനെ നിർണയിക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ മിന്യങ്ങിന്റെ കാര്യം ആലോചിച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇനി അത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നത് കേട്ട് നീ മിന്യങ്ങുമായും കോണ്ടാക്ട് വെക്കണം. അവൾ കുറച്ച് പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാനുണ്ട്. അവളുടെ സിസ്റ്ററിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല.
കാണുന്നില്ല. ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ ഡിസ്ചാർജായി പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടിൽ ചെന്ന ടൈം വീടും പൂട്ടിയിരിക്കുകയായിരുന്നു. നീ അതുകൊണ്ട് അവളുമായി കോണ്ടാക്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. പുറത്തിറങ്ങുന്ന ടൈം ഹായൂൺ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരുന്ന കുട്ടിയെ കണ്ട് ഞെട്ടുന്നുണ്ട്. ഇവളുടെ പേരാണ് ലിയങ്. അടുത്തതായി സ്റ്റാഫ് റൂമാണ് കാണിക്കുന്നത്. ചെയർമാന്റെ സ്പെഷ്യൽ ഓർഡർ വഴി പുതുതായി ജോയിൻ ചെയ്യാൻ വന്ന കുട്ടിയാണ് ലിയങ്. അവളുടെ മാർക്ക് വെച്ച് F ക്ലാസ്സിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയെന്ന് ഒരു മിസ് പറയുന്നതും ആ കുട്ടി അമേരിക്കയിലെ സ്കൂളിൽ പഠിച്ചതല്ലേ, അതുകൊണ്ട് ബ്രില്യന്റ് ആയിരിക്കും എന്ന് മറ്റൊരു സാറ്. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് പുതുതായി ജോയിൻ ചെയ്യാൻ വന്ന ലിയങ്ങിനെ പറ്റിയുള്ള ഡിസ്കഷനിലാണ്. ഇത് കാണിച്ചാണ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ആകുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.